ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ നമ്മുടെ അച്ചമ്മ പൊളിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയും സത്യങ്ങളും മനസ്സിലാക്കുകയാണ് കേട്ടോ. നമ്മുടെ ശ്രുതി ഒന്ന് വിവാഹം കഴിച്ചതാണ്, ഒരു കുട്ടിയുണ്ടെന്നും മലേഷ്യയിൽ ആരും ഇല്ലെന്നും ഒക്കെ ഉള്ള വിവരങ്ങൾ അറിയുമ്പോൾ പിന്നെ നമ്മുടെ ചന്ദ്രയുടെ കൺട്രോൾ പോവാണ്. ചന്ദ്ര പറയാണ്, എടി നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ, ഞാനായിട്ടാണ് എൻ്റെ ശ്രുതിക്ക് ഈ വിവാഹം ആലോചിച്ചുകൊണ്ട് വന്നത്, എന്നിട്ട് നീയും എന്നെ പറ്റിക്കായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുകയും, ഇനി നിന്നെപ്പോലൊരു മരുമകൾ എനിക്ക് വേണ്ട, നീ എൻ്റെ മരുമകളേ അല്ല. അതേസമയം രേവതിയെ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ നമ്മുടെ അച്ചമ്മ ഒരു യാത്ര പോവാണ് കേട്ടോ. അപ്പോൾ യാത്ര പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശ്രുതിക്കിട്ട് ഒരു കൊട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ രേവതിയുടെ അമ്മയും അതുപോലെ വർഷയുടെ അമ്മയും അച്ഛനും ഒക്കെ അന്വേഷിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ. പക്ഷേ ശ്രുതിയുടെ മാത്രം ആരും വരുന്നില്ല. ശ്രുതിയുടെ അച്ഛനും അമ്മയൊക്കെ മലേഷ്യയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വരുന്നില്ലല്ലോ എന്നൊക്കെ അച്ചമ്മ ചോദിക്കുകയും, അപ്പോൾ ശ്രുതി പറയുക, എൻ്റെ അമ്മ മരിച്ചു പോയല്ലോ, പിന്നെ ഇങ്ങനെയാണ് വരിക എന്ന് ചോദിക്കുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് തന്നെ ഒരു വിഷമാകാണ് കേട്ടോ. ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചു പോയെന്ന് താൻ പറഞ്ഞു പോയല്ലോ എന്നൊക്കെ ശ്രുതിയും വിചാരിക്കുകയാണ്. അങ്ങനെ അച്ചമ്മ യാത്ര തിരിക്കുകയാണ് ചെയ്യുന്നത് ടാക്സിയിൽ. അതേസമയം ശ്രുതിക്ക് അങ്ങ് വിഷമമായിട്ട് ശ്രുതി ഫ്രണ്ടിനെ വിളിച്ച് പറയുക, എടി എൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്, ഇവിടെ എല്ലാവരും എന്നെ കുത്തുവാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ആരും എന്നെ അന്വേഷിക്കാൻ ഇവിടെ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചു പോയില്ലേന്ന്. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നുന്നെന്ന് പറയാം. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടി നീ വിഷമിക്കുകയൊന്നും വേണ്ട, നീ പോയി നിൻ്റെ അമ്മയും മോനെയൊക്കെ ഒന്ന് പോയി കാണ്, ആദ്യയും അമ്മയൊക്കെ കണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ ആ വിഷമമൊക്കെ അങ്ങ് മാറും, നീ നിൻ്റെ വീട്ടിലേക്ക് പോ, പാർലറിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി പാർലറിലേക്കാണെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് വീട്ടിലേക്ക്. വീട്ടിൽ ചെന്ന് അമ്മയും അതുപോലെ തന്നെ ആദിയൊക്കെ കാണുക. എന്നിട്ട് അവരോട് ഈ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിമല പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, ഇതൊക്കെ മാറും, എന്തെങ്കിലും നിനക്ക് സത്യമൊക്കെ വിളിച്ച് പറയാൻ പറ്റും, നിൻ്റെ ഗതികേട് കൊണ്ടല്ലേ നീ അവിടെ പോയി നിൽക്കുന്നതെന്ന് പറയാണ്. എന്നാലും ഞാൻ മരിച്ചെന്നൊന്നും പറയണ്ടായിരുന്നു എന്ന് പറയുമ്പം അപ്പോഴത്തെ സമയത്ത് എനിക്ക് അതല്ലേ പറയാൻ തോന്നിയതെന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അങ്ങനെ ആദിയെ താലോലിച്ച് ആദിക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ വാങ്ങി കൊടുക്കുന്നു, സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നു. അങ്ങനെ വീട്ടിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് കേട്ടോ നമ്മുടെ അച്ചമ്മ അതുവഴി വരികയും കറക്റ്റ് ശ്രുതിയുടെ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ അച്ചമ്മയുടെ ടാക്സി കേടാകുകയൊക്കെ ചെയ്യുക. അപ്പോൾ ടാക്സി കേടായി കഴിയുമ്പം അച്ചമ്മ വെളിയിലിറങ്ങി നിൽക്കുകയാണ്. ടാക്സിക്കാരൻ പറയുന്നുണ്ട്, വേറൊരു വണ്ടി വിളിച്ചു തരാം, അത് കഴിഞ്ഞ് പോകാം അമ്മച്ചി എന്ന് പറയുക. അപ്പോൾ അച്ചമ്മ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുന്നത് കാണുന്നത്. ശ്രുതിയെ മാത്രമല്ല കേട്ടോ, ആദ്യം വിവരയും എല്ലാം അച്ചമ്മ കാണുകയാണ്. അങ്ങനെ വിവരങ്ങളൊക്കെ അറിയാണ് ചെയ്യുന്നത്. അച്ചമ്മ വെളിയിലിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വീടിൻ്റെ മുമ്പിൽ അച്ചമ്മ ഇങ്ങനെ നിൽക്കുമ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ വീട്. ശ്രുതിയുടെ വീടിൻ്റെ മുറ്റത്ത് ശ്രുതിയെയും അതുപോലെ വിമലയെയും ആദ്യം കാണുകയാണ് അച്ചമ്മ. ശ്രുതിയാണെങ്കിൽ കുഞ്ഞിനെ എടുക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ മൂന്ന് പേരും സംസാരിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ വിമലയും ആദിയും ആയതുകൊണ്ട് തന്നെ ശ്രുതിയെ കാണുമ്പോൾ അച്ചമ്മയ്ക്ക് മനസ്സിലാകുക. അപ്പോൾ ശ്രുതിയെ കണ്ടുകൊണ്ട് അച്ചമ്മ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് സംശയം തോന്നുന്ന അച്ചമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത്, ഈ ആദിയും വിമലയല്ലേ ഇത്, ഇവരവിടെ വീട്ടിൽ വരാറുള്ളതാണല്ലോ, ഇവരെ സച്ചിയും രേവതിയാണല്ലോ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, അപ്പോഴൊന്നും ശ്രുതിക്ക് അവരെ ഇഷ്ടമില്ല, സംസാരിക്കാറുമില്ല, എന്നിട്ട് എന്താ ഇവളിപ്പം ഇവരുടെ വീട്ടിൽ വന്ന് ഇവരുമായിട്ട് സംസാരിച്ചിരിക്കുന്നത്, കുറച്ച് സമയമായല്ലോ. അത് തന്നെയല്ല, ഇവള് പാർലറിലേക്കല്ലേ പോയത്, ഇങ്ങോട്ടൊന്നും പോരുവാന്ന് പറഞ്ഞില്ലല്ലോ, ഇത്രയും ദൂരം എന്താ ഇവള് വന്നത്, എന്തായിരിക്കും കാര്യം എന്നൊക്കെ വിചാരിക്കാം. എന്നിട്ട് ഉടനെ തന്നെ വിളിക്കാൻ അവിടെ നിൽക്കുന്ന ഒരാളോട് ചോദിക്കുന്നുണ്ട് അച്ചമ്മ, ദേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദേ ആ വീട്ടിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയെ നിങ്ങൾക്കറിയാവോ, നിങ്ങളുടെ നാടല്ലേ ഇത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാം, ആ അറിയാമല്ലോ, അത് നമ്മുടെ കല്യാണിയല്ലേ എന്ന് പറയാം. അപ്പം അച്ചമ്മ ചോദിക്കുക, കല്യാണി എന്നാണ് ആ കുട്ടിയുടെ പേര്, അല്ലാതെ ശ്രുതി എന്നൊന്നും അല്ലേ? അപ്പോൾ അവർ പറയും, ഏയ് ശ്രുതി എന്നൊന്നും അല്ല, കല്യാണി എന്നാ ആ കുട്ടിയുടെ പേര്, ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ആ കുട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്ന് പറയണം. അപ്പോൾ പറയാണ്, കല്യാണിയെ കൂടെ നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് ചോദിക്കുക. അപ്പോൾ പറയാം, അത് കല്യാണിയുടെ അമ്മയും കല്യാണിയുടെ മോനുമാണെന്ന് പറയാണ്. അപ്പോൾ ഉടനെ അച്ചമ്മ ചോദിക്കുക, ആ പെൺകുട്ടി വിവാഹം കഴിച്ചതാണോ?
അപ്പോൾ ഉടനെ തന്നെ അവർ പറയുന്നുണ്ട്, അതെ, ആ പെൺകുട്ടിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞാൽ അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയാണ്. അതന്നേരം അച്ചമ്മ ചോദിക്കുക, എന്താന്ന് വെച്ചാൽ പറ, ആ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുള്ള പോലെ എനിക്ക് തോന്നി, എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയാണോ എന്ന് സംശയം തോന്നിക്കൊണ്ട് നിങ്ങളോട് ചോദിച്ചാൽ കേട്ടോ എന്ന് പറയുമ്പോൾ പറയാം, അതെ, അതൊരു വലിയ കഥയാണ്, ഒരു ദുരന്തം തന്നെയാണ്. ആ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ ഒരുപാട് കടമൊക്കെ വരുത്തി വെച്ചിരിക്കുകയായിരുന്നു. അയാൾ മരിച്ചപ്പം ഒരുപാട് കടം ഉണ്ടായിരുന്നു, ഒരുപാട് പേർക്ക് കടം കൊടുക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പ്രായമായ ആളുടെ കൂടെ ദേ ഈ പെൺകുട്ടിയെ അയാൾ മരിച്ചപ്പോൾ ഇവർ വിവാഹം കഴിച്ചു വിട്ടു. കടം വീട്ടാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അവരുടെ നിർബന്ധത്തിന് ഈ പെൺകുട്ടിക്ക് അയാളുമായിട്ടുള്ള വിവാഹം ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ നിർബന്ധിച്ച് ഈ കല്യാണിയെ അയാളുടെ കൂടെ വിവാഹം കഴിച്ചു. എന്തായാലും ഒരു കുട്ടിയായി കഴിഞ്ഞപ്പോഴേക്കും അയാൾ മരിച്ചും പോയി. പാവം, കല്യാണിക്ക് ആരും ഇല്ലാതെയായി. അങ്ങനെ തിരിച്ച് വീണ്ടും ഈ വീട്ടിലേക്ക് വന്നു. ഈ കുട്ടിയുമായിട്ട് ഇവിടെ ജീവിക്കാൻ തുടങ്ങി. പക്ഷേ അങ്ങനെ ഒരു വിവാഹം കഴിച്ചതാണെന്നുള്ള ഭാവമേ കല്യാണിക്കില്ല. പിന്നെ ഇവിടെ വന്ന് നിന്നതിന് ശേഷമാണ് കല്യാണി ടൗണിൽ എവിടെയോ പോയി ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ച് ബ്യൂട്ടി പാർലറിൽ നിൽക്കുകയോ ബ്യൂട്ടി പാർലർ ഇടുകയോ എന്തൊക്കെയോ ചെയ്തു. അതിനൊക്കെ ശേഷം ഇപ്പം കല്യാണി ഇവിടെ ഇല്ല. എന്താണെന്നറിയില്ല, വല്ലപ്പോഴും ഇതുപോലെ ഒന്ന് വരും, വന്നിട്ട് പോകും. ഇവിടെ എല്ലാവരോടും ഇവർ പറയുന്നത് ദുബായിലാണെന്നൊക്കെയാ. ദുബായിലാണെങ്കിൽ ഇങ്ങനെ ദിവസവും ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ വരാൻ പറ്റുമോ? അതൊന്നും ആയിരിക്കില്ല. എന്തായാലും വിമലയും അതുപോലെ ആ കുട്ടിയും മാത്രമേ ഈ വീട്ടിലുള്ളൂ. കല്യാണി വല്ലപ്പോഴും ഒന്ന് വരും, കുട്ടിക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കും. സത്യം എന്താണെന്നുള്ള വിവരം വിമലയെ ആരോടും പറയുന്നില്ല. കല്യാണി എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. നാട്ടുകാരെല്ലാം ചോദിക്കുന്നു, അതും ഇതും പറയുന്നു ഒക്കെയുണ്ട്. പക്ഷെ അവരൊന്നും സമ്മതിച്ചു തരുന്നില്ല. പിന്നെ എന്തെങ്കിലും ആകട്ടെ, നമ്മൾ ഒരാളുടെ കാര്യത്തിൽ എന്തിനാ കൂടുതലായിട്ട് അന്വേഷിക്കുന്നത്? അപ്പം അച്ചമ്മ പറയാ, ശരിയാ, എന്തിനാ നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ച കുട്ടി ഇതല്ലെന്നാ തോന്നുന്നത്. ഏതായാലും സംശയമൊക്കെ അങ്ങ് മാറി എന്നൊക്കെ അച്ചമ്മയും പറയാം. എന്നിട്ട് അച്ചമ്മ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. മാറി നിന്നിട്ട് നമ്മുടെ ചന്ദ്രയെ വിളിക്കുക. അപ്പോൾ ചന്ദ്ര ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്താമേ? അതെ എടീ, ഞാൻ വരുന്ന വഴി എൻ്റെ ടാക്സി കേടായി ഞാനിപ്പോൾ ഈ വഴിയിൽ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ചോദിക്കും, അയ്യോ കഷ്ടമായല്ലോ, ഇനിയിപ്പോൾ അമ്മ എങ്ങനെയാണ് വരുന്നത്? അത് വേറെ ടാക്സി അയാൾ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിതേ ഈ വഴി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു കാഴ്ച കണ്ടു. നിൻ്റെ പ്രിയ മരുമോളെ ശ്രുതി അവിടെ ഉണ്ടോടി എന്ന് ചോദിക്കുക. ഇല്ല, ശ്രുതി പാർലറിലേക്ക് പോയല്ലയോ? അമ്മ പോന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി പാർലറിലേക്ക് പോയി. എന്താമേ? അല്ലാതെ ഇവിടെ വച്ചിട്ട് ഞാൻ ശ്രുതിയെ ഒന്ന് കണ്ടു കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം, അമ്മ അവിടെ വെച്ച് ശ്രുതിയെ കണ്ടോ? അതെന്തിനാ ശ്രുതി അവിടം വരെ വരുന്നത്? അതൊക്കെ അമ്മയ്ക്ക് തോന്നിയതായിരിക്കും. അതുപോലുള്ള വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരിക്കും. വേറൊരു പെൺകുട്ടിയല്ല, നിന്റെ മരുമോള് ശ്രുതി തന്നെയാണ്. അവളെക്കുറിച്ച് ചില വിവരങ്ങളൊക്കെ ഞാൻ അറിയുകയും ചെയ്തു. എന്ത് വിവരം അറിയാനാ? അവളിവിടെ അവളുടെ വീട്ടിൽ വന്നതാണെന്ന്, അവളുടെ അമ്മയും മോനെയൊക്കെ കാണാൻ. അമ്മയും മോനെയും കാണാനോ? ശ്രുതിയുടെ വീട്ടിൽ വരാനോ? എന്താ അമ്മ ഈ പിച്ചും പേയും പറയുന്നത്? അതെ, ഇവിടുത്തെ നാട്ടുകാരാ സത്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത്. അപ്പോഴേക്കും ചന്ദ്ര പറയും, അമ്മയൊന്ന് മിണ്ടാതിരിക്കുക, നാട്ടുകാരെന്തെങ്കിലും പരദൂഷണം പറയുന്നതായിരിക്കും. അതിന് ശ്രുതിക്ക് നാട്ടിൽ വീടൊന്നുമില്ലല്ലോ. ശ്രുതിയുടെ വീടും കുടുംബവും എല്ലാം മലേഷ്യയിലല്ലേ. പിന്നെ ഇവിടെ എവിടെ കാണാനാ? അവളുടെ അമ്മ മരിച്ചും പോയി. പിന്നെ മോനോ? അതിന് ശ്രുതി കല്യാണം കഴിച്ചതാണോ അമ്മേ? എന്തൊക്കെ ഈ വിളിച്ച് പറയുന്നത്? അമ്മ ഇങ്ങോ വേറെ വല്ലതും പറയാം. അപ്പോൾ ഉടനെ അച്ചമ്മ പറയാം, ശരി, എന്തെങ്കിലും ആകട്ടെ, ഞാനിപ്പോൾ തിരിച്ച് അങ്ങോട്ട് എത്തും. അവിടെ എത്തുമ്പോഴേ നിൻ്റെ മരുമോളോട് വന്നു കഴിയുമ്പോൾ അവളോട് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും. അങ്ങനെ ഈ കലാവതിക്ക് ഒന്നും കള്ളത്തരം വെച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടമില്ല. കലാവതിക്ക് കാണുന്ന കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാകുകയും ചെയ്യും. തെറ്റിദ്ധാരണയൊന്നും അല്ല, ഇത് കലാവതി തെളിയിച്ചിരിക്കും. അപ്പോഴും നീ ഇതൊക്കെ തന്നെ പറയണം കേട്ടോ ചന്ദ്രയെന്ന് പറയുമ്പം ചന്ദ്രയ്ക്കൊരു അങ്കലാപ്പാകുക. ചന്ദ്ര ഇങ്ങനെ മനസ്സിലാലോചിക്കുക, ദൈവമേ, ഇതെന്താ അമ്മ ഇങ്ങനെ പറയുന്നത്? അങ്ങനെ ഒന്നുമില്ലാതെ വിളിച്ചു പറയുന്ന ആളല്ലല്ലോ അമ്മ. അതിലെന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കുമോ? തോന്നിയതായിരിക്കും. അതെങ്ങനെ ശ്രുതിയെ ഞാനല്ലേ വിവാഹം ആലോചിച്ച് കൊണ്ടുവന്നത്. അങ്ങനെയുള്ളിടത്ത് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊന്നുമില്ല. അവളുടെ കുടുംബം മുഴുവൻ മലേഷ്യയിലാ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം. അപ്പോഴേക്കും അച്ചമ്മ കുറച്ച് കഴിയുമ്പോൾ എത്തുകയാണ് കേട്ടോ.
അച്ചമ്മ എത്തിക്കഴിയുമ്പോൾ ചന്ദ്ര വരുന്നുണ്ട് അടുത്തേക്ക്. എന്നിട്ട് ചോദിക്കുക, എന്താ അമ്മേ അമ്മ പറയാൻ പോയ കാര്യങ്ങളൊക്കെ പറയാ. അപ്പോൾ അച്ചമ്മ പറയാ, എടീ നിന്റെ മരുമോളുണ്ടല്ലോ ശ്രുതി, അവളും കൂടെ വരട്ടെ, അവളെയും കൂടെ നിർത്തി ചോദിക്കണം, അല്ലാതെ നിന്നോട് തന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൾ വന്നോന്ന് ചോദിക്കുക. ഇല്ലല്ലോ, ശ്രുതി പാർലറിൽ നിന്ന് വരാൻ കുറച്ച് സമയവും കൂടെ എടുക്കുമല്ലോ എന്ന് പറയാണ്. അതേസമയം ശ്രുതിയാണെ വിമലയോടും ആദിയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പോരുവാണ് കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് ചന്ദ്രോദയത്തിലേക്ക് എത്തുകയാണ്. അച്ചമ്മയും അതുപോലെ ചന്ദ്രയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോഴാണ് ശ്രുതി വന്ന് കയറുന്നത്. ശ്രുതി വന്ന് കയറി അകത്തേക്ക് കയറി പോകുമ്പം ചന്ദ്ര ഇങ്ങനെ നോക്കുമ്പോൾ അച്ചമ്മ പറയുക, എന്താടി അവളെ നോക്കുന്നത്, അവളെന്താ ഇന്ന് പാർലറിൽ നിന്ന് നേരത്തെ വന്നത്, അത് നിനക്ക് ചോദിച്ചുകൂടെ എന്ന് ചോദിക്കുക. അപ്പം ചന്ദ്ര ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്, അതെ ശ്രുതി, നീ എന്താ മോളെ ഇന്ന് പാർലറിൽ നിന്ന് നേരത്തെ വന്നത്, ഇത്രയും നേരത്തെ നീ തിരിച്ചു വരാറില്ലല്ലോ, ഇന്നെന്താ? അപ്പോൾ ശ്രുതി പെട്ടെന്ന് ഞെട്ടിപ്പോവാ. അപ്പോൾ ശ്രുതി, അത് ഇന്ന് ഞാൻ നേരത്തെ പോന്നു, വല്ലാത്തൊരു തലവേദന തോന്നിയതുകൊണ്ട് നേരത്തെ പോന്നതാ എന്നിങ്ങനെ പറയുക. അപ്പോൾ ഉടനെ അച്ചമ്മ ചോദിക്കുക, ശ്രുതി ഒന്ന് നിന്നേ, ശ്രുതിക്ക് ആ സ്ഥലം അറിയാവോ എന്ന് ചോദിക്കുക, ശ്രുതിയുടെ വീടിയിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഉടനെ ശ്രുതി പറയാ, ഏത് സ്ഥലം? ഞാൻ സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും വിമലയും ആദ്യം കണ്ടോ ഇന്ന് അവിടെ പോയി ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഞെട്ടിപ്പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പോയല്ലോ, അമ്മയും ആദ്യം കാണുകയും ചെയ്തു. ഇതൊക്കെ എങ്ങനെയാണ് അച്ചമ്മ അറിഞ്ഞത്? ഞാൻ പോകുന്നതിന് മുമ്പേ അച്ചമ്മ ബന്ധുവീട്ടിലേക്ക് പോയതാണല്ലോ, പിന്നെ എങ്ങനെ അച്ചമ്മ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു? സത്യമാണോ? എന്തെങ്കിലും അച്ചമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവോ എന്നൊക്കെ ഓർത്ത് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് എനിക്ക് അറിയാം, അവരെ ഇവിടെ സച്ചിൻ രേവതിയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്, അവർ 1-2 പ്രാവശ്യം ഈ വീട്ടിൽ വന്നിട്ടുള്ളതാണല്ലോ എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാം, ശരിയാ, അവർ ഈ വീട്ടിൽ വന്നിട്ടുള്ള നാശം പിടിക്കാനായിട്ട് 2 എണ്ണം ആ സച്ചിൻ രേവതിയും കൂടെ തള്ളിക്കൊണ്ട് വന്നിരിക്കുന്ന 2 ദിവസം ഇവിടെ വന്ന് താമസിച്ചു. എനിക്കിഷ്ടപ്പെട്ടേ ഇല്ല, മഹാശല്യങ്ങൾ. സച്ചിക്കും രേവതിക്ക് ഒരു പണിയില്ലാതെ എവിടെയോ കിടന്ന ദരിദ്രവാസികളെ എല്ലാം വിളിച്ച് ഇങ്ങോട്ട് കയറ്റുക എന്നൊക്കെ നിന്ന് അവരെ മോശമായിട്ട് അങ്ങ് ചന്ദ്ര പറയുക. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അങ്ങ് വിഷമാവുന്നുണ്ട് കേട്ടോ. അമ്മയും മോനെയും അല്ലേ കുറ്റം പറയുന്നത്. പക്ഷേ ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പം അച്ചമ്മ ചോദിക്കുക, എടി ശ്രുതി, നീ ഒന്ന് വിവാഹം കഴിച്ചാണോ, നിൻ്റെ മോനാണോ ആദ്യം എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ തന്നെ ചന്ദ്ര പറയാം, അമ്മ എന്താ ഈ ചോദിക്കുന്നത്, എന്ത് മോശം വർത്തമാനം അമ്മ ഈ പറയുന്നത്? എടി ചന്ദ്ര, നീ മിണ്ടാതിരിക്കടി, ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഞാനത് എവിടെയും ചോദിക്കുകയും ചെയ്യുമെന്ന് പറയാം. അപ്പോഴേക്കും അങ്ങോട്ട് വരികയാണ് നമ്മുടെ സുധിയും അതുപോലെ സച്ചിയും രേവതിയും എല്ലാവരും വന്ന് നിൽക്കുമ്പം അച്ചമ്മ ചോദിക്കുക, എടി സത്യം പറയടി, നിന്നെ ഞാൻ ഇന്ന് അവിടെ വച്ച് കണ്ടു, നീ നിൻ്റെ അമ്മയോടും മോനോടും സംസാരിച്ച് നിൽക്കുന്നത്. നാട്ടുകാരോട് പലരോടും ഞാൻ നിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു, അവരെല്ലാ കഥകളും പറഞ്ഞു തന്നടി. നിൻ്റെ പേര് കല്യാണി എന്നല്ലേടി, നീ ഒന്നും വിവാഹം കഴിച്ചതല്ലേ? ആ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് കള്ളത്തരത്തി ഈ പൊട്ടനെ വിവാഹം കഴിച്ചല്ലേ? അതിന് നിൻ്റെ അമ്മായിയമ്മ ഇവളും കൂട്ടുനിന്നു. നീ കണ്ടുപിടിച്ചോണ്ട് വന്ന മരുമോളല്ലേ ഇവള്, നിൻ്റെ പ്രിയപ്പെട്ട മരുമോള് മലേഷ്യക്കാരി. അവളെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു. ഇവളൊന്ന് പ്രസവിച്ചതാ, ഇവളുടെ മോനാണ് ആദി, ഇവളുടെ അമ്മയാണ് ആ വിമല. എന്നിട്ടാണ് അവരിവിടെ വന്ന് നിൽക്കുമ്പം ഇവള് നാടകം കളിക്കുന്നത്. ഇന്ന് ഞാൻ അവരുടെ വീട്ടിൽ വെച്ച് കണ്ടു. ആ നാട്ടുകാർ ഇവളുടെ കഥയെല്ലാം പറഞ്ഞു. ഒന്ന് വിവാഹം കഴിച്ച് അയാൾ മരിച്ചപ്പോൾ പിന്നെ കള്ളത്തരം പറഞ്ഞ് അടുത്ത കല്യാണം കഴിച്ചതാ, സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടും കടം വീട്ടാൻ വേണ്ടിയിട്ടും. എന്നിട്ട് മലേഷ്യയിൽ അവളുടെ അച്ഛനും അമ്മയും. ഇവൾ പെരും കള്ളിയല്ലേ, ഇങ്ങനെ കള്ളത്തരം പറഞ്ഞാണോ ജീവിതം ഉണ്ടാക്കേണ്ടത്? സത്യസന്ധമായിട്ട് ഇവക്ക് കല്യാണം കഴിക്കാൻ വരാണ്ടാണോ ഇവള് കള്ളത്തരം പറഞ്ഞ് ഇവനെ വിവാഹം കഴിച്ച് പറ്റിച്ചത്? നീ അല്ലേടി ആലോചിച്ചുകൊണ്ട് വന്നത്? മലേഷ്യ, പണം എന്നൊക്കെ കണ്ടപ്പോൾ നീ ഇവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വന്നതല്ലേടി എന്നൊക്കെ ചോദിച്ച് ചന്ദ്രയോടും ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അച്ചമ്മ അങ്ങ് പൊട്ടിത്തെറിക്കുക. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, പറയടി, നീ ഈ കലാവതിയുടെ അടുത്ത് നിന്ന് നീ എത്ര നേരം കള്ളത്തരം പറയും? അപ്പോഴേക്ക് പെട്ടെന്ന് ശ്രുതിക്ക് പറയാനൊന്നുമില്ല, എല്ലാ സത്യം അച്ചമ്മ വിളിച്ച് പറഞ്ഞില്ലേ. ശ്രുതി ഇങ്ങനെ കുരിഞ്ഞ് നിൽക്കുക. അപ്പം ചന്ദ്രയ്ക്ക് കാര്യം പിടികിട്ടി. ചന്ദ്ര ചാടി കയറി ശ്രുതിയെ പിടിക്കുക. എന്നിട്ട് പറയും, എടി ഈ കേട്ടതൊക്കെ സത്യമാണോടി? നീ എന്നെ എൻ്റെ മോനെ പറ്റിക്കായിരുന്നോടി? നീ മലേഷ്യക്കാരിയാണെന്ന് പറഞ്ഞിട്ടല്ലേടി? എന്നിട്ടിപ്പം അമ്മ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന്? അപ്പോഴേക്ക് ശ്രുതി പറയാ, സത്യവാ, എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ ചെയ്തു പോയതാന്ന് പറയുമ്പോൾ ഒറ്റ ഒരെണ്ണം ചന്ദ്ര കൊടുക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. ആദ്യമൊന്നും വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് ചന്ദ്ര അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, നീ എന്ത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാനല്ലേ നിന്നെ എൻ്റെ മോന് വേണ്ടി വിവാഹം ആലോചിച്ചുകൊണ്ട് വന്നത്? എന്നിട്ട് എടി ശ്രുതി, നീ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? നീ ശ്രുതിയല്ല, കല്യാണിയാണല്ലേ? നീ കൊള്ളാം. ആ വിമലയും അതുപോലെ ആ കൊച്ചും, അതിനെ അറിയില്ലാതെ നീ അപ്പം ഇവിടെ പറഞ്ഞത് വെറുതെ ആയിരുന്നല്ലേ? വിമല നിൻ്റെ അമ്മയാ.
എന്നിട്ട് നീ എന്താ പറഞ്ഞത്? അവരെ അറിയില്ലെന്ന്. നീ ആള് കൊള്ളാമല്ലോടി. ഇങ്ങനെ ഒരുത്തിയാണെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. ഇതിനു മുമ്പ് ഒരു വിവാഹവും കഴിച്ച് ഒരു കൊച്ചും ഉണ്ടായിട്ട് നീ എൻ്റെ മോനെ പറ്റിച്ചില്ലേ? എടി ദുഷ്ടേ, നിന്നെ ഞാൻ വിശ്വസിച്ചില്ലേ? എൻ്റെ മറ്റ് 2 മരുമക്കളെക്കാളും നിന്നെ ഞാൻ സ്നേഹിച്ചില്ലേ? എന്നിട്ട് നീ എനിക്ക് എന്താ തന്നത്? അപ്പം ശ്രുതി പറയാം, അത് ആൻറ്റി എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ എങ്ങനെ. എന്ത് ഗതികേട്? നിന്നെ അന്ന് ഞാൻ പരിചയപ്പെട്ടപ്പോൾ നീ പറഞ്ഞത് നിൻ്റെ അച്ഛൻ മലേഷ്യയിലാണെന്നല്ലേ? നിൻ്റെ ഫാമിലി മലേഷ്യയിലാണെന്നല്ലേ? അങ്ങനെ എൻ്റെ മോനെ നീ ചതിച്ചില്ലേ? എന്നെയും ഇത്രയധികം വിശ്വാസവഞ്ചന നീ എന്നോട് കാണിച്ചല്ലേ? പാവം രേവതിയെ ഞാൻ എത്രമാത്രം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അവൾ പാവപ്പെട്ട വീട്ടിലെയാണെന്ന് പറഞ്ഞ് അവളോട് ചെയ്ത ക്രൂരതയ്ക്കൊക്കെ എനിക്ക് ഇത് തന്നെ കിട്ടണം. നീ ഇനി ഒരു നിമിഷം ഈ ചന്ദ്രോദയത്തിൽ നിൽക്കാൻ പറ്റില്ല. എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത്. രേവതി ഉണ്ടല്ലോ, അവൾ പാവപ്പെട്ട വീട്ടിലെയാണെങ്കിലും നേരും നെറിയുള്ളവളാണ്. എൻ്റെ മരുമകൾ രേവതിയാണ്, അല്ലാതെ നീയല്ല. നിന്നെ ഇനി ഒരു മരുമകളായിട്ട് കാണാൻ എനിക്ക് സാധിക്കേയില്ല. അതുകൊണ്ട് ശ്രുതി, നീ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞ് രേവതിയെ ചേർത്ത് നിർത്താണ് നമ്മുടെ ചന്ദ്ര. അപ്പോൾ ചന്ദ്ര പറയാണ്, രേവതിയാണ് എൻ്റെ മരുമകൾ, നീ അല്ല. നിന്നെ ഞാൻ ഇനി ഇവിടെ കയറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്ക് സന്തോഷമാവാണ് നമ്മുടെ അച്ചമ്മയ്ക്ക്. അച്ചമ്മ പറയുന്നുണ്ട്, ചന്ദ്രേ, നീ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു അമ്മായിയമ്മയായത്. നീ സ്നേഹിക്കണം നിൻ്റെ മരുമക്കളെ. നീ വ്യത്യാസം കാണിച്ച് സ്നേഹിച്ചില്ലേ? പണം കണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ച് പോയില്ലേ? അതിൻ്റെയൊക്കെ ഫലമാണ് നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രേവതിയെ ചേർത്ത് നിർത്തിയ എന്നും നിന്നോടൊപ്പം അവളുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ രേവതിക്കാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ ആകപ്പാടെ അത്ഭുതമാവുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കുത്തിന് പിടിച്ച് തന്നെ ചന്ദ്ര അവിടുന്ന് പുറത്താക്കുകയും അങ്ങനെ രേവതിയെ സ്നേഹിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.